എൻട്രി ഭയങ്കര ആക്സിഡൻ്റൽ എൻട്രിയാണ്. ഞാൻ ആക്ച്വലി ഡൽഹിയിൽ വർക്ക് ചെയ്യായിരുന്നു. ടാറ്റ ലീബേർട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ആക്ച്വലി ഏകദേശം 8 മാസമായി. പക്ഷേ ആ ഒരു ജീവിത രീതി എനിക്ക് തീരെ എന്നങ്ങോട്ട് സെറ്റാവുന്നില്ലായിരുന്നു. പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, സിനിമയുടെ ഒരു ഭാഗമായി മാറണം. കാരണം ചെറുപ്പം മുതലേ കാണുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഒരിക്കലും അച്ഛനോടത് തുറന്ന് പറയാൻ പറ്റിയില്ല. എനിക്ക് ഒരിക്കലും അത് ഫ്രീ ആയിട്ട് പറയാൻ പറ്റിയില്ല. എപ്പോഴും ഒരു മടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ജോലിയിൽ എനിക്കറിയാം ഇനി ഒരു 2 വർഷം കഴിഞ്ഞാൽ എന്താണ്, 5 വർഷം കഴിഞ്ഞാൽ എന്താണ്, 10 വർഷം കഴിഞ്ഞാൽ എന്താണ് എന്നെ അങ്ങനെ ആലോചിച്ച് തുടങ്ങി. അങ്ങനെ ആലോചിക്കുമ്പോൾ ദൈവമേ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഹാപ്പി ആയിരിക്കുമോ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ അച്ഛനൊരു വലിയൊരു കത്ത് എഴുതുന്നത്, ഒരു 5 പേജിലെ കത്ത് എഴുതുന്നത്. ഇങ്ങനെ അച്ഛൻ എൻ്റെ ലൈഫ് ഫുൾ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ കോളേജ് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് കൾച്ചറൽ ആക്ടിവിറ്റീസാണ്. ഡ്രാമ, തിയേറ്റർ, സ്കിറ്റ്, ഡാൻസ്, ഫാഷൻ ഷോ. അപ്പോൾ ഇതിലൂടെയാണ് ഈ വക കാര്യങ്ങളിലൂടെയാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളത് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു ലെറ്റർ, കുറേ കാര്യങ്ങൾ എഴുതി. എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് എഴുതിയത്. ഇഷ്ടംപോലെ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ വച്ച് കാച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നടക്കുന്നൊരു സംഭവമുണ്ട്. അവിടെ അച്ഛൻ്റെ സൈഡിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ കുറേ കാലമായിട്ട് സിനിമയിൽ അഭിനയിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അച്ഛന് ഇങ്ങനെ ഒരു കോൾ വരികയാണ്. കമൽ സാർ വിളിക്കണു, ഇങ്ങനെ രാഘവേട്ട ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു സിനിമ ഞാൻ എടുക്കുന്നുണ്ട്, പേര് മേഘമൽഹാർ എന്നാണ്. അതിൽ ഒരു ക്യാരക്ടർ രാഘവേട്ടൻ ചെയ്യണം, എനിക്ക് നിർബന്ധപൂർവ്വം ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛന് വേറെന്തോ ഒരു കല്യാണത്തിന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അച്ഛൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ കല്യാണത്തിന് പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ല രാഘവേട്ടൻ എന്തായാലും ഇത് അഭിനയിക്കണം, വേണമെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്നിട്ടാണ് അച്ഛനത് എത്രയോ കാലത്തിന് ശേഷമാണ് അച്ഛൻ മേഘമൽഹാർ അഭിനയിക്കാൻ പോകണം. അങ്ങനെ അവിടെ അഭിനയിക്കുന്ന സമയത്ത് അച്ഛനോട് ഇങ്ങനെ ഒരു ചർച്ച, ഇങ്ങനെ കമൽ സാർ പറയുന്ന ഇങ്ങനെ അടുത്ത പടം നമ്മൾ എന്നൊരു സിനിമയാണ്, അതിൽ 2 പുതുമുഖങ്ങളെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരാളെ കിട്ടി, രണ്ടാമത്തെ ആളെ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛന് ഇതൊന്നും സ്ട്രൈക്ക് ആവുന്നില്ല. അച്ഛനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അച്ഛന് ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ഈ ലെറ്റർ, കറക്റ്റ് 2 ദിവസം കഴിയുമ്പോഴാണ് അച്ഛന് ഈ ലെറ്റർ കിട്ടുന്നതും അച്ഛനെ ഈ ലെറ്റർ വായിക്കുന്നതും. വായിച്ചിട്ട് അച്ഛനിങ്ങനെ പെട്ടെന്ന് ഷോക്ക് ആവുക. അപ്പോൾ അച്ഛൻ കറക്റ്റായിട്ട് അത് റിലേറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ പറയാൻ പറ്റും കേട്ടോ, ഇത് എൻ്റെ ആദ്യത്തെ സിനിമയല്ല. എൻ്റെ ആദ്യത്തെ സിനിമ കിളിപ്പാട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് വളരെ മുമ്പ്, ഞാൻ 5 വയസ്സുള്ളപ്പോൾ ഉള്ള സിനിമയാണ്. ഞാൻ ചാൻസ് വേണം എന്ന് ചോദിച്ച് നിർബന്ധിച്ച് പിടിച്ച് വാങ്ങിച്ച ഒരു റോളാണത്. അച്ഛനായിരുന്നു ഡയറക്ടർ. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അന്ന്. കാരണം ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ ഒരു റോള് ഉള്ളപ്പോൾ അച്ഛൻ വേറെ ആരെയോ അഭിനയിപ്പിക്കാൻ വിളിച്ച്, പക്ഷേ ആ കുട്ടി ആ സമയത്ത് വന്നില്ല. അപ്പോൾ ഞാൻ പോയി പറയുകയും ചെയ്തത്, ഞാൻ അഭിനയിക്കാം അച്ഛൻ എന്നെ വിളിക്കാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിൽ സുകുമാരൻ അങ്കിൾ, പിന്നെ അടൂർബാസി അങ്കിൾ, ഉമ്മർ അങ്കിൾ, നെടുമുടി വേണു അങ്കിൾ, അങ്ങനെ ആ സമയത്തുള്ള എല്ലാ വലിയ സ്റ്റാർസും ആ സിനിമയിലുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എൻ്റെ തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഡയറക്ടർ എൻ്റെ അച്ഛൻ തന്നെയാണ്.